കൂടുതൽ എഫേർട്ട് ഇട്ടു, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നാൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം തന്നെ എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും LDയും കിട്ടി. പിന്നെ കുറേ കൂടെ കോൺഫിഡൻ്റ് ആയി സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന ജോലിയിലേക്ക് എത്തുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. ലക്ഷ്യം തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ടോപ്പിക് വൈസ് ആയിരുന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അവസാന ദിവസങ്ങളിലോട്ട് മൊത്തം സിലബസും കവർ ചെയ്ത് 2 പേപ്പറും 2 എക്സാമുകളായിട്ടൊക്കെ നടത്തിയിരുന്നു. ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ എക്സാംസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ മാക്സിമം അറ്റൻഡ് ചെയ്ത് മാക്സിമം മാർക്കിലോട്ട് പോകുക എന്നുള്ള ഒരു രീതിയിലോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. ഞാൻ ലക്ഷ്യയിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോകുമായിരുന്നു. അപ്പോൾ പ്രിലിംസിൻ്റെ സ്റ്റേജിൽ തന്നെ ഞങ്ങളെ പാനിക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ചെറിയൊരു ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അന്ന് തന്നിരുന്നു. അത് ആ ക്ലാസ്സിൽ കേട്ടപ്പോൾ തന്നെ ഓക്കെ, ഇത് പേടിക്കാനൊന്നുമില്ല, ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ള ടീം ലക്ഷ്യം തന്നെയാണ്. എനിക്കൊരു ഡയറക്ഷൻ തന്നു, ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നു. ഒരു എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ സക്സസ്സിലേക്ക് എത്തണം എന്ന് ഒരുപാട് സഹായിച്ചു. ഹലോ, ഞാൻ അഭിജിത്ത്. നിങ്ങൾ ചിലരെങ്കിലും ലക്ഷ്യയുടെ തന്നെ സക്സസ് സ്റ്റോറിയിൽ എന്നെ കണ്ടിട്ടുണ്ടാകും. അന്ന് പഞ്ചായത്ത് സെക്രട്ടറി, LD, സെക്രട്ടേറിയറ്റ് OA ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ അതിലേറെ സന്തോഷത്തിലാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അതിൽ റിട്ടൺ ടെസ്റ്റിലെ മാർക്ക് വെച്ചിട്ട് 1ാം സ്ഥാനവും റാങ്ക് ലിസ്റ്റിൽ 2ാം സ്ഥാനം നേടാനും എനിക്ക് സാധിച്ചു. അതിന് ഒരുപാട് ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2022 അവസാനം തൊട്ടാണ് ഞാൻ എൻ്റെ PSC പ്രിപ്പറേഷൻ തുടങ്ങിയത്. അന്ന് തൊട്ടുള്ള ഒരു 3 ഇയർ ജേണി, അതിൻ്റെ ഒരു എൻഡ് ഗെയിമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറി ടെസ്റ്റിൻ്റെ എക്സാം. അതിൽ നല്ലൊരു റാങ്ക് വാങ്ങുക എന്നുള്ളത് അതെൻ്റെ സ്വപ്നമായിരുന്നു. ഞാൻ MA ഹിസ്റ്ററി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ PSC പഠിക്കാൻ തുടങ്ങിയത്. എല്ലാവരെയും പോലെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത് എത്രത്തോളം റിസൾട്ട് കിട്ടും, എത്ര വർഷം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും, ഞാൻ സക്സസ്ഫുൾ ആവുമോ, അങ്ങനെ ഒരുപാട് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരുപാട് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തു, കൂടുതൽ എഫേർട്ട് ഇട്ടു, കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നാൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം തന്നെ എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും LDയും കിട്ടി. പിന്നെ കുറേ കൂടെ കോൺഫിഡൻ്റ് ആയി സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന ജോലിയിലേക്ക് എത്തുന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. കമ്പൈൻ സ്റ്റഡി ഞാൻ തീരെ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ ലക്ഷ്യയിൽ ജോയിൻ ചെയ്തതും. ഓൾമോസ്റ്റ് ഞാൻ പഠിച്ച 3 വർഷത്തിലധികം കാലം ഞാൻ ലക്ഷ്യയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തത് അതുകൊണ്ടായിരുന്നു. ക്ലാസ്സിലെ കുറേ പേരുടെ നടുക്കിരുന്ന് അവരോട് കമ്പയർ ചെയ്യുന്നു. സ്ഥിരമായിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ സാധ്യതകൾ ഉണ്ടാകുന്നു. നമ്മുടെ റിസൾട്ട് എടുത്ത് ടീച്ചേഴ്സ് തന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് തന്നെയാണ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ഒരു റിസൾട്ടിലേക്ക് എത്താനുള്ളൊരു മെയിൻ കാരണം തന്നെ ആ ഒരു കൺസിസ്റ്റൻസിയും ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റുമാണ്. അപ്പോൾ ഈ 2 വർഷത്തെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ടോപ്പ് റാങ്കിലേക്ക് എത്താം എന്നുള്ളൊരു കോൺഫിഡൻസായിട്ട് ഞാൻ നിൽക്കുന്ന സമയത്താണ് PSC അതിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പുറത്തുവിട്ടത്. സെക്കൻഡ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് 100 മാർക്കിൻ്റെ ഒരു 2ാമത്തെ സ്റ്റേജായിട്ട് ഒരു മെയിൻസിൽ തന്നെ 2ാമതൊരു പേപ്പർ വന്നപ്പോൾ ഞാൻ കുറച്ച് പാനിക്കായി. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇതുവരെ കേട്ടില്ലാത്ത സിലബസാണ് വന്നത്. മാനേജ്മെൻറ്റ്, അഡ്മിനിസ്ട്രേഷൻ, പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേർഷൻ, പിന്നെ IT-യിൽ കേൾക്കാത്ത കുറേ പോയിൻറ്റ്സ്, ടോപ്പിക്സ്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ കുറച്ച് പേടി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും PSC പഠിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പേടി. പക്ഷേ ഞാൻ ലക്ഷ്യയിൽ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോകുമായിരുന്നു. അപ്പോൾ പ്രിലിംസിൻ്റെ സ്റ്റേജിൽ തന്നെ ഞങ്ങളെ പാനിക്കാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ചെറിയൊരു ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അന്ന് തന്നിരുന്നു. അത് ആ ക്ലാസ്സിൽ കേട്ടപ്പോൾ തന്നെ ഓക്കെ, ഇത് പേടിക്കാനൊന്നുമില്ല, ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെയിൻസിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അത്ര ഒരു പേടി എനിക്കുണ്ടായിരുന്നില്ല. കാരണം ലക്ഷ്യയിലെ ഫാക്കൽറ്റി അതിനെ അങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരുന്നത്. ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടുകൾ, ക്ലാസ്സുകൾ അതൊക്കെ വളരെ ക്രിസ്പായിരുന്നു. അത് ചെറിയ ചെറിയ നോട്ടുകളായിട്ട് ഒരുപാടുണ്ടെന്ന് തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള നോട്ടുകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ക്ലാസ് എടുക്കുന്നവരും ആ ഒരു അപ്രോച്ചിലാണ് ക്ലാസ് എടുത്തത്. അപ്പോൾ ഇതൊരു പേടിക്കേണ്ട സംഭവമല്ല എന്നുള്ള രീതിയിൽ അതിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിൻസിൻ്റെ 2 പോർഷൻസ് പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒരുപോലെ ട്രീറ്റ് ചെയ്യാനും പിന്നെ ഒന്നിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിൽ 2നും ഈക്വൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാനും സാധിച്ചു. എനിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്ന ടോട്ടൽ ടൈമിൻ്റെ ഒരു ഹാഫ് ടൈം ഞാൻ പേപ്പർ 1നും മറ്റേ അതർ ഹാഫ് ഞാൻ പിന്നെ യൂസ് ചെയ്തത് പേപ്പർ 2 പഠിക്കാനും വേണ്ടിയായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് വേറൊരു കാര്യമായിരുന്നു. അത് പേപ്പർ 1ലെ സയൻസിൻ്റെ കൂടിയ ഇമ്പോർട്ടൻസ് ആയിരുന്നു. അതിന് 3 സയൻസ് സബ്ജക്റ്റും കൂടി 21 മാർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടെയായിരിക്കും എന്നുള്ള ഒരു പേടി അന്നുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്യയിൽ വന്ന ക്ലാസ്സുകളൊക്കെ ഒരു +2 ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നു. മാക്സിമം അങ്ങനെ തരാൻ വേണ്ടി ശ്രമിച്ചു. എനിക്കാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ സയൻസ് പഠിക്കാൻ ലേശം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, ഞാനത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ എന്നെ ലക്ക് ഫേവർ ചെയ്തത് കൂടുതൽ സെക്രട്ടറി ടെസ്റ്റ് എക്സാമിൻ്റെ
പേപ്പർ 1-ലായിരുന്നു. 21 മാർക്ക് വന്ന സയൻസ് ക്വസ്റ്റ്യൻസും അത്ര ബുദ്ധിമുട്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മാക്സിമം അറ്റൻഡ് ചെയ്തു. പിന്നെ നോക്കുമ്പോൾ ഓവറോൾ 2 പേപ്പറും വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ റാങ്കിൽ മുകളിലോട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 90 എബോവ് ഓൾമോസ്റ്റ് 95-നടുത്ത് തന്നെ എല്ലാ പേപ്പറും അറ്റൻഡ് ചെയ്തു. കാരണം ഇതിനിപ്പോൾ ഡിലീഷൻ വരുമ്പോഴത്തേക്ക് മാർക്ക് ഒരുപാട് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഡിലീഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് പേപ്പർ 1-ന് 84-ഉം പേപ്പർ 2-ന് 86 മാർക്കും നേടാൻ സാധിച്ചു. ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ റാങ്ക് എവിടെ വരും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് തന്നെ ഒരു റാങ്കിൽ തന്നെ എനിക്ക് എത്താൻ വേണ്ടി സാധിച്ചു. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഇൻ്റർവ്യൂ ഒരിക്കൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ സ്റ്റേജിനോട് അത്ര ഒരു പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ കോൺഫിഡൻസ് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ലക്ഷ്യയുടെ ഇൻ്റർവ്യൂ ബാച്ചിലും ജോയിൻ ചെയ്തിരുന്നു. ഇവിടെ നല്ല ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്തത്. കുറച്ചുകൂടി മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമ്മുടെ എങ്ങനെയൊക്കെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, പല രീതികളിലും 4-5 സെക്ഷനുകളിലെ ക്ലാസ് കിട്ടി. പിന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂവും ഇവിടെ ലക്ഷ്യയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ അങ്ങനെ നല്ലൊരു കോൺഫിഡൻസോട് കൂടിയാണ് പോയത്. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ റിലീഫായിരുന്നു. കാരണം 2 സ്റ്റേജ്, ഒരു സ്റ്റേജ് പ്രിലിംസും അത് കഴിഞ്ഞ് 2 സ്റ്റേജ് മെയിൻസും കഴിഞ്ഞ് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതോടുകൂടി അധികം ബുദ്ധിമുട്ടാതെ ആൻസർ ചെയ്തുകൊണ്ട് തന്നെ ഒരു നല്ല മാർക്ക് കിട്ടുന്നുള്ളതിന് ഒരു ഉറപ്പായി. ജോലി കിട്ടുന്നത് തന്നെയുള്ള ഒരു കോൺഫിഡൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ റാങ്ക് ഒരു ഫസ്റ്റ് 50-യുടെ ഉള്ളിലാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അതെന്തായാലും ഈ ഒരു നിലയിലേക്ക് എത്തിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എൻ്റെ പഠന രീതി എന്നത് മാക്സിമം എഫേർട്ട്, മാക്സിമം ടൈം എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത്ര ചിട്ടയായിട്ടുള്ള പഠന രീതിയൊന്നും ആയിരുന്നില്ല ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ഒരു ദിവസത്തിൻ്റെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. സിലബസ് മാക്സിമം കവർ ചെയ്യുക, അത് റിവൈസ് ചെയ്യുക, അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്ത പാറ്റേൺ. അത് പ്രിലിംസിൻ്റെ സിലബസ് ആയാലും മെയിൻസിൻ്റെ സിലബസ് ആയാലും ഞാൻ ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തത്. പിന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മോക്ക് എക്സാമുകളാണ്. എവിടെ നിന്നൊക്കെയോ പല സോഴ്സുകളിൽ നിന്നും മോക്ക് എക്സാംസുകൾ കണ്ടുപിടിച്ചു, അത് ആൻസർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് കിട്ടാത്തത്, ആ വീക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. പിന്നെ അത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അപ്രോച്ച് ചെയ്തത്. പിന്നെ ലക്ഷ്യം തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്ത് ടോപ്പിക് വൈസ് ആയിരുന്നു ടെസ്റ്റ് ഉണ്ടായിരുന്നത്. അവസാന ദിവസങ്ങളിലോട്ട് മൊത്തം സിലബസും കവർ ചെയ്ത് 2 പേപ്പറും 2 എക്സാമുകളായിട്ടൊക്കെ നടത്തിയിരുന്നു. ഇതൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എൻ്റെ കോൺഫിഡൻസ് ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ എക്സാംസിനെ അപ്രോച്ച് ചെയ്യുമ്പം മാക്സിമം അറ്റൻഡ് ചെയ്ത് മാക്സിമം മാർക്കിലോട്ട് പോകുക എന്നുള്ള ഒരു രീതിയിലോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. മെയ് മാസം 2-ാം തീയതി കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ ആദ്യഘട്ടം നടക്കുന്ന പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെന്ന നിങ്ങൾക്ക് ഞാൻ ഇന്നൊരാളിനെ പരിചയപ്പെടുത്താം. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ ആദ്യ റാങ്ക് കരസ്ഥമാക്കിയ അഭിജിത്ത്. തീർച്ചയായും അഭിജിത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മികച്ച റിസൾട്ടാണ് കൊണ്ടുവന്നത്. കേരളത്തിലെ ഏതൊരു ഉദ്യോഗാർത്ഥിയും നോക്കിക്കാണുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലൊരു പരീക്ഷയിൽ ആദ്യ റാങ്ക് കരസ്ഥമാക്കുക എന്ന് പറയുന്നത് വളരെ മികച്ചൊരു നേട്ടം തന്നെയാണ്. ആ നേട്ടം കരസ്ഥമാക്കിയ അഭിജിത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാം എന്ന് വെച്ചാൽ ഞാനിവിടെ 3 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 യൂണിവേഴ്സിറ്റി ടെസ്റ്റിൻ്റെ സമയത്താണ് ഞാൻ ഇവിടെ വന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ 1 വർഷം ഇവിടെ നിന്ന് പഠിച്ചു. അന്ന് ആ ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ 2023 പിന്നെ LDC വന്നു, പഞ്ചായത്ത് സെക്രട്ടറി വന്നു. അതിലൊക്കെ അത്യാവശ്യം നല്ല റാങ്ക് നേടാൻ സാധിച്ചു. പിന്നെയാണ് സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ ക്ലാസ് നിർത്തിയിട്ടേ ഇല്ലായിരുന്നു. ഇവിടെ ഞാൻ ഒരു 3 വർഷത്തോളം കംപ്ലീറ്റ് ആയിട്ടിരുന്ന് പഠിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം വന്ന എല്ലാ എക്സാമിലും കയറാൻ പറ്റിയെന്നുള്ളത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും കൂടെ പറ്റുന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം ഈ ക്ലാസ്സിൽ കിട്ടുന്ന കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റ് വേറെ എവിടെയും കിട്ടില്ല. ഒറ്റയ്ക്ക് പഠിക്കാനാണെങ്കിലും പറ്റില്ല. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ചിലപ്പം ഒരു മടുപ്പ് വരും. നമ്മൾ കോമ്പറ്റീഷൻ അറിയില്ല, നമ്മളെന്താ പഠിക്കുന്നതൊന്നും മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ ക്ലാസ്സിൽ ടെസ്റ്റ് ഇടുമ്പം മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് സാറുണ്ട്, അനലൈസ് ചെയ്ത് തരും, ഇമ്പോസിഷൻ ഉണ്ടാവും. പക്ഷേ അതെല്ലാം ഒരു പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ്. നമ്മൾ എന്തായാലും അതിൽ കിട്ടുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം പ്രിലിംസുകൾ എന്തായാലും എല്ലാവരും കയറും. കാരണം ഇവിടെ പ്രിലിംസ് വെച്ചാൽ എല്ലാവരും പ്രിലിംസ് കയറും. പിന്നെ മെയിൻസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇപ്പോഴേ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചാൽ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കിലുള്ള സമയത്തായിരുന്നു ഞങ്ങൾക്ക് സെക്രട്ടറി ടെസ്റ്റിന് ഉണ്ടായിരുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റി. അടുത്ത ക്ലാസ്സെല്ലാം സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾക്ക് ദിവസം ഡെയിലി എക്സാംസ്, ടോപ്പിക് എക്സാംസ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻസിയോടെ കുറച്ച് കാര്യം പഠിച്ചാൽ എന്തായാലും കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്നീ ഒരു നേട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എന്നെ സഹായിച്ച ഒരുപാട് പേരോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ഞാൻ പഠിച്ച യൂണിവേഴ്സിൽ നിന്ന് റീഡിംഗ് റൂമിൽ എൻ്റെ ഫ്രണ്ട്സ്, ഒരു 2-3 വർഷം ഞാനിവിടെ പഠിക്കുമ്പോൾ ഒരുപാട് സഹായം, ഒരുപാട് മോട്ടിവേഷൻ, ഒരുപാട് ഹെൽപ്പ് ഇവരൊക്കെ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ താമസിച്ച റൂം, തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുമ്പോൾ പലപ്പോഴും അസുഖങ്ങളൊക്കെ വരുമ്പോഴൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചത് ഇവിടുത്തെ എൻ്റെ റൂംമേറ്റ്സ് ആയിരുന്നു. അവിടെയുള്ള ജോർജ് ചേട്ടനും ഫ്രണ്ട് ചേട്ടനും പോലുള്ള സെക്രട്ടറി അസിസ്റ്റൻറ്റുമാർ, ഇവരൊക്കെ ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു.
ഈ ഒരു ജേണിയിൽ അവരെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് എൻ്റെ ഫാമിലിയാണ്. ഈ ഒരു 3 വർഷം അവർ ഒരു ബുദ്ധിമുട്ട് എന്നെ അറിയിച്ചില്ല, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ എൻ്റെ കൂടെ തന്നെ നിന്നു. ഞാൻ സക്സസ് ആവുന്നുള്ള ഒരു ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ള ടീം ലക്ഷ്യ തന്നെയാണ്. എനിക്കൊരു ഡയറക്ഷൻ തന്നു, ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് തന്നു, ഒരു എക്സാമിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ സക്സസ്സിലേക്ക് എത്തണം എന്ന് ഒരുപാട് സഹായിച്ചു. അപ്പോൾ എല്ലാവരോടും ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഹാപ്പിയാണ്. താങ്ക് യു.